നമസ്തേ. ദീപാരാധന എന്തെന്നും അവ എത്ര തരമുണ്ടെന്നും ഓരോന്നിൻ്റെയും വിശേഷാൽ ഫലങ്ങളും അറിയാം. പൂജാവേളയിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ദീപാരാധന. ദീപാരാധന എന്നാൽ ദീപങ്ങൾ കൊണ്ടുള്ള ആരാധനയാണ്. താന്ത്രികമായും മാന്ത്രികമായും വൈദിക കർമ്മങ്ങളിലൂടെ സകല ചൈതന്യവും ഭഗവത് പാദത്തിലേക്ക് അർപ്പിക്കുകയാണ് ദീപാരാധനയുടെ മുഖ്യ ലക്ഷ്യം. ദീപാരാധന എന്നതുകൊണ്ട് സാധാരണ അർത്ഥമാക്കുന്നത് സന്ധ്യാവേളകളിൽ നടത്തുന്ന ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് സാധാരണയായി തട്ടുവിളക്ക്, പർവ്വതവിളക്ക്, നാഗപത്തി വിളക്ക്, ഏകാംഗ വിളക്ക് എന്നിങ്ങനെ വിവിധ വിളക്കുകൾ ഉപയോഗിച്ച് ഭഗവാനെ ഉഴിയുന്നു. അവസാനം കർപ്പൂരദീപം കാട്ടി പൂവൊഴിഞ്ഞ് ദേവപാദത്തിൽ സമർപ്പിക്കുന്നു. ഈ ചടങ്ങാണ് ദീപാരാധന. ദീപാരാധന തന്നെ പല വിധത്തിലുണ്ട്. അലങ്കാര ദീപാരാധന, പന്തീരടി ദീപാരാധന, ഉച്ചപൂജാ ദീപാരാധന, സന്ധ്യാദീപാരാധന, അത്താഴപൂജാ ദീപാരാധന എന്നിങ്ങനെ ദീപാരാധനയ്ക്ക് വിവിധ തരത്തിൽ പേരുകൾ നൽകിയിരിക്കുന്നു. ഓരോ ദീപാരാധനയുടെയും സവിശേഷങ്ങൾ നമുക്ക് നോക്കാം. അലങ്കാര ദീപാരാധന. രാവിലെ അഭിഷേകം നടത്തിയ ശേഷം ദേവനെ അലങ്കരിച്ച് ത്രിമധുരം നേദിച്ച് പ്രീതിപ്പെടുത്തിയ ശേഷം നടത്തുന്ന ദീപാരാധനയാണിത്. ഈ ദീപാരാധന തൊഴുതൽ മുജ്ജന്മദോഷങ്ങളൊക്കെ മാറുമെന്നാണ് വിശ്വാസം. ഉഷപൂജാ ദീപാരാധന. ഉഷപൂജയുടെ അന്ത്യത്തിൽ നടത്തുന്ന ഈ ദീപാരാധന തൊഴുന്നത് വിദ്യാവിജയത്തിനും ഉദ്യോഗലബ്ധിക്കും സഹായിക്കുന്നു. ഏതൃത്വ പൂജാ ദീപാരാധന. ക്ഷേത്രങ്ങളിലെ രണ്ടാമത്തെ പൂജയാണ് ഏതൃത്വ പൂജ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ സമാപന വേളയിൽ നടത്തുന്ന ദീപാരാധന തൊഴുന്നത് കൊണ്ട് രോഗശാന്തിയും ആരോഗ്യസിദ്ധിയും ഉണ്ടാകുന്നു. പന്തീരടി പൂജാ ദീപാരാധന. പന്തീരടി പൂജയ്ക്കൊടുവിൽ നടത്തുന്ന ഈ ദീപാരാധന ദർശിച്ചാൽ ഐശ്വര്യ സമൃദ്ധിയും ദാരിദ്ര്യശമനവും ധനലബ്ധിയും ഉണ്ടാകുന്നു. ഉച്ചപൂജാ ദീപാരാധന. ഉച്ചയ്ക്ക് ദേവങ്കൽ അർപ്പിക്കുന്ന ദീപാരാധനയാണ് ഉച്ചദീപാരാധന. ഈ ദർശനം സർവ്വപാപങ്ങളും മാറ്റി നമുക്ക് ഐശ്വര്യം പ്രാധാന്യം ചെയ്യുന്നു. സന്ധ്യാദീപാരാധന. സന്ധ്യാസമയത്ത് നടത്തുന്ന ദീപാരാധനയാണിത്. ഈ ദീപാരാധന തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. അത്താഴപൂജാ ദീപാരാധന. അത്താഴപൂജ നടത്തിക്കഴിഞ്ഞ് നടത്തുന്ന ദീപാരാധനയാണിത്. ഈ ദീപാരാധന ദർശന പുണ്യം, ദാമ്പത്യ സൗഖ്യം പ്രാധാന്യം ചെയ്യുന്നു.